നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ്, വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നവരുമാണ്. അപ്പോൾ ചിലർക്കൊക്കെ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം ലഭിക്കാറുണ്ട്. ചിലർക്കൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞൊന്ന് കാത്തിരിക്കണം, അതൊരു പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും, എന്നിട്ടൊക്കെ ആയിരിക്കും ഫലം ലഭിക്കുക. ചിലർക്ക് കുറേയേറെ കാലതാമസം വേണ്ടി വരും. അതായത് ചിലപ്പോൾ നടത്തുന്ന പ്രാർത്ഥനകൾ, ചെയ്യുന്ന വഴിപാടുകൾക്കൊന്നും വേണ്ട ഫലങ്ങൾ ലഭിക്കാത്ത കുറച്ച് വിഭാഗം ആളുകളുണ്ട്. അപ്പം അങ്ങനെ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഭഗവാനെ ആ ഉദ്ദേശ ഫലം ലഭിക്കാത്തത്, എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തത്, അങ്ങനെയൊക്കെ പലരും വിചാരിക്കാറുണ്ട്. അപ്പം ഇതിനെല്ലാം ഈശ്വരാധീനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈശ്വരാധീനം നമുക്കുണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഈശ്വരാധീനം എങ്ങനെയൊക്കെയാണ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുക? അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കും കൂടെ ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധം നടക്കുകയുള്ളൂ. അപ്പോൾ ഈശ്വരാധീനം ഉണ്ടാകാനായിട്ട്, അത് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക? അതോടൊപ്പം തന്നെ ഈശ്വരാധീനം ഇല്ലാതായി പോകുന്ന സന്ദർഭങ്ങൾ, ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ഈശ്വരാധീനം നമ്മളെ വിട്ടു പോകുന്നത്, അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈശ്വരാധീനം ഉണ്ടാകും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ ഒരു കുഞ്ഞികൃഷ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ കയ്യിൽ എന്തൊക്കെയായിരുന്നു അറിയോ? വലത്തെ കയ്യിൽ താമരപ്പൂ പിടിച്ചിട്ടുണ്ട്, ഒരു പട്ടുകോണകവും പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുള്ളിലും പിടിച്ചു നിൽക്കുന്ന ഒരു മിടുക്കനായിട്ടുള്ള ഉണ്ണിയായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഭഗവാന്റെ കയ്യിൽ ഈ ഓടക്കുഴല്, അതേപോലെ താമര, വെണ്ണ, പട്ട്, ഇതൊക്കെ നമ്മളെപ്പോഴും കാണുന്നത് തന്നെയാണ്. ഇതെല്ലാം ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്ന് എപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ഇതേപോലെ തന്നെ ഭഗവാന് പ്രിയപ്പെട്ടതാണ്. ഭഗവാന് പ്രിയപ്പെട്ടതെല്ലാം ഭഗവാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക, ഉള്ളം കയ്യിൽ പിടിക്കുകയാണ് ചെയ്യുക. അത് പലപ്പോഴായിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് പട്ടുകോണത്തിനോടും ഭഗവാനെ ഒരുപാട് ഇഷ്ടമുണ്ട്. ആ കഥയൊക്കെ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. അതായത് ഭഗവാന് ഈ പട്ടുകോണകത്തോടുള്ള ഇഷ്ടം കാരണം യശോദാമ്മയുടെ സാരിയൊക്കെ ഇങ്ങനെ വെട്ടിമുറിച്ചിട്ട് കോണകാക്കിയിട്ടുള്ള കഥകൾ, ഗോപികമാരുടെ സാരിയും അവരും ഒന്ന് നോക്കുമ്പോൾ ഈ സാരിയുടെ ഒരറ്റമേ ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും മുറിച്ചിട്ട്, ബാക്കി അറ്റം വേറൊരു സ്ഥലത്ത് പോയി കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുക അവരിത്. അപ്പോൾ അവർ വന്നിട്ട് ഓരോരോ പരാതികളൊക്കെ യശോദാമ്മയുടെ അടുത്ത് പറയണത്. അപ്പോൾ ഭഗവാൻ പറയും, എനിക്കിത് നല്ല ഇഷ്ടമാണ്, അപ്പോൾ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്കൊക്കെ എനിക്ക് കൊടുക്കുകയും വേണം. ഇത് ഭഗവാനുള്ളത് ഭഗവാന് മാത്രം വേണം എന്നല്ല നമ്മുടെ കൃഷ്ണൻ പറയുന്നത്, എല്ലാവർക്കും അത് പങ്കുവെച്ച് കൊടുക്കണം എന്നും കൂടെ പറയണം. എന്നിട്ട് നന്ദഗോപുരടുത്ത് വന്ന് പറഞ്ഞപ്പോൾ നന്ദഗോപുരോട് ഭഗവാൻ പറയാണ്, എല്ലാവർക്കും പട്ടുകോണകം നൽകാനായിട്ട് ഒരു കോണക ദാനം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്ന കഥകൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രത്തോളം എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഭഗവാന് പ്രിയപ്പെട്ടത് എന്തൊക്കെയാണോ അതെല്ലാം ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ഭഗവാന് കൊടുക്കുകയും ചെയ്യാം, ഭഗവാന്റെ കയ്യിൽ നിന്നുള്ള പ്രസാദങ്ങൾ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ഇതെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ, നമുക്ക് ലഭിക്കണമെങ്കിൽ ഭഗവാനോട് മനസ്സ് നിറയെ ഭക്തി ഉണ്ടാകണം എന്നാണ് പറയുക. ഈ ഭക്തി പോലും ഭഗവാനാണ് നമുക്ക് മനസ്സിൽ നിറച്ചു തരുന്നത്. രാവിലെ ഓടക്കുഴലിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടക്കുഴലിൻ്റെ ഉൾഭാഗം അത് പൊള്ളയാണ്, അതിനുള്ളിൽ മധുരമായിട്ടുള്ള സംഗീതം നിറയ്ക്കുന്നത് അത് ഭഗവാനാണ്. നമ്മളൊന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നല്ല ഗുണങ്ങളും നിറച്ചു തരേണ്ടത് ഭഗവാനാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഒരു അലങ്കാരം വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കൂലേ. ഇതെല്ലാം ഭഗവാനോട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയണം. എന്ത് തന്നെ ഭഗവാന്റെ അലങ്കാരമായി വന്നാലും, എന്ത് തന്നെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായാലും എല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങളാണ്, എല്ലാം ഭഗവാൻ നമുക്ക് നൽകുന്ന അനുഭവങ്ങളാണ്. അപ്പം ഇനിയും ഒരുപാട് അനുഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഭഗവാന്റെ കയ്യിലെ പട്ടും താമരയും പിന്നെ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന അലങ്കാരമായിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് ഈശ്വരാധീനം ഉണ്ടാകാനായിട്ട്
എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കാരണം ഈശ്വരാധീനം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് പലർക്കും അനുഭവം ഉണ്ടായിരിക്കും കേട്ടോ. പല വഴിപാടുകളും ചെയ്തിട്ട് ഫലമില്ലാതെ വരിക. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും, എന്നിട്ടും ഫലമില്ലാതെ വരുമ്പോൾ ഈശ്വരാധീനക്കുറവുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. ഇതൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് ഭഗവാനും നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ഡീലിംഗ് എന്ന് വേണം പറയാനായിട്ട്. നമുക്ക് എന്തൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇതെല്ലാം ഭഗവാൻ അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈശ്വരാധീനവും അതേപോലെ തന്നെയാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭഗവാൻ എന്തായാലും നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരനെ വിളിക്കണം, ഭഗവാനെ വിളിക്കുക തന്നെ വേണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായിട്ട്. അപ്പം ഇത് പ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ നവതാഭക്തി ശീലിക്കുക, അത് പ്രാക്ടീസ് ചെയ്യാം. അതായത് 9 തരത്തിലെ ഭഗവാനെ സേവിക്കുക. 9 തരത്തിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഏതൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക അതൊക്കെ ചെയ്യാം. 9ഉം ചെയ്യണം എന്നല്ല, 6 എണ്ണമെങ്കിലും ചെയ്യാം. അതായത് പ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് 9 എണ്ണമുണ്ട്. ഈ 9 എണ്ണത്തിലെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് എന്തൊക്കെയാണ് നോക്കുക. ഏറ്റവും എളുപ്പമുള്ളത് മാത്രം ചെയ്യണം, അത്രയേ ഉള്ളൂ. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഒരു 6 രീതിയിലെങ്കിലും ഭഗവാനെ സേവിക്കാം. അപ്പോൾ 6 രീതിയിൽ നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ ബാക്കി 3 ഭഗവാൻ ശീലാക്കിക്കോളും. ഇത് ഭഗവാൻ നമുക്ക് തന്നെ തരും, നമുക്ക് നൽകും. അപ്പം അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ ഈ ഏതെങ്കിലും രീതിയിൽ ഭഗവാനെ സേവിക്കുക, നന്നായിട്ട് നാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് അനുസ്മരിക്കുക, ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുക, ഭഗവാനെക്കുറിച്ച് വായിക്കുക, ഭഗവാനെക്കുറിച്ച് പരസ്പരം സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ ഭഗവാനെ കാണാനായിട്ട് നോക്കുക. അപ്പോൾ തന്നെ എന്തായി? ഭഗവാനെക്കുറിച്ച് പറയുന്ന, കേൾക്കുന്ന, സ്മരിക്കുന്ന സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഭഗവാൻ അത് കാണാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈശ്വരാധീനം കൂടുന്നതായിട്ട് നമുക്ക് കാണാം, നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ, ഇപ്പോൾ മറ്റേത് ക്ഷേത്രങ്ങളാണ്, തിരക്കുള്ള ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് അതായത് അമ്മമാർ മാത്രമല്ല കേട്ടോ, ചെറിയ കുട്ടികളാണെങ്കിലും ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായമുള്ളവരാണെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ നാമജപം അവർ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ചിലരങ്ങനെയാണ് കേട്ടോ, നാമം ജപിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ സഹസ്രനാമങ്ങൾ അതൊക്കെ ജപിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കും അവിടെ പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു മനസ്സ് തോന്നും. ഒന്നും നമുക്കറിയില്ലെങ്കിലും വെറുതെ നാരായണ നാരായണ എന്ന് ചൊല്ലിക്കൊണ്ട് അതങ്ങനെ ഇരിക്കാൻ നമുക്ക് ആ കുറച്ച് സമയം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമാണത്. ഭഗവാനെ കാണാനായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം എന്തായി? ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാം. ഇനി ഇതല്ലാതെ വേറൊരു കൂട്ടർ കാണും, അവിടെ വെറുതെ ഇങ്ങനെ ബഹളം വെക്കുക, കുടുംബകാര്യങ്ങളൊക്കെ പറയാം, അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെടാത്ത, ഭഗവാനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായി? അവരുടെ ഫ്രീ ടൈമാണത്. അവർക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. പക്ഷെ അത് അവർ ഉപയോഗിക്കുന്നത് ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറ്റെന്തൊക്കെയോ ചർച്ചകളൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് ഒരു ശ്രദ്ധ വരും. പിന്നെ ആ ശ്രദ്ധ കുറച്ചു നേരം ചിന്തിച്ചാലാണ് അയ്യോ വേണ്ട നമുക്ക് നാമം ജപിക്കാം എന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ആദ്യം പറഞ്ഞവർക്കാണ് ഈശ്വരാധീനം കൂടുതലുണ്ടാകുക. കാരണം എന്താ? അവർ ഈശ്വരനോട് കൂടെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഭഗവാനിലെ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ഇത് ഭഗവാനുള്ളതാണ്, ഇത് ഭഗവാൻ എന്തായാലും ഇഷ്ടമാകും, ആ രീതിയിലുള്ള സമർപ്പണം ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം, ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാതും നമ്മൾ നല്ല രീതിയിൽ, അതായത് ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഉദാഹരണത്തിന് ഭഗവാന്റെ പ്രസാദങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അർച്ചന പ്രസാദങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അതറിയാതെ താഴെ വീണ് കഴിഞ്ഞാൽ ചവിട്ടുന്ന ആ ഒരു അവസ്ഥ, അതേപോലെ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കാതിരിക്കാം. ഭഗവാന്റെ പ്രസാദങ്ങളെല്ലാം ഭഗവാൻ ചൂടിയതാണ്, ഭഗവാനെ ആടിയതാണ്, ഭഗവാനെ ഉടുപ്പിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് വേണം? ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം, ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുള്ള, ആ ഒരു സ്പർശമേറ്റിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് വേണം? ആ ഒരു ബഹുമാനത്തോട് കൂടി തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പിന്നെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ, വഴിപാടുകൾ എല്ലാവരും ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. പാൽപ്പായസമാണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് കുറേ നാളായി ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം കുടിച്ചിട്ട്, എന്നാൽ പോയിട്ട് നമുക്കൊന്ന് ചീട്ടാക്കിയിട്ട് വാങ്ങി കുടിക്കാം.
അങ്ങനെയല്ല, കൊതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ തീർച്ചയായിട്ടും കേട്ടോ, പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, ഭഗവാന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ഷീട്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന് കൊടുക്കുന്ന ഒരു സമർപ്പണമാണല്ലേ. എല്ലാ വഴിപാടുകളും സമർപ്പണങ്ങളാണ്. അപ്പോൾ ഭഗവാനെ കുറച്ച് പാൽപ്പായസം കുടിച്ചോളൂ, ആ ഒരു സമർപ്പണത്തോടെ വേണം നമ്മളെല്ലാവരും സമർപ്പിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ പ്രസാദം നമ്മൾ സേവിക്കുന്നത് വ്യത്യാസമുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പോയി വാങ്ങി കുടിക്കുക എന്നുള്ള ആ ഒരു ഭാവവും ഭഗവാനെ സമർപ്പിക്കുക, ഭഗവാനെ കുറച്ച് പായസം കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രസാദം വാങ്ങി കഴിക്കുക, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ എന്തോ നമ്മൾ സമർപ്പിക്കുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, ആ ഭാവമാണ് ഭഗവാൻ നോക്കുക. അപ്പൊ അത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെയും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ അറിവില്ലായ്മ കൊണ്ട് കുട്ടികളൊക്കെ ഇല്ലേ കുറേ നാളായി പാൽപ്പായസം കുടിച്ചിട്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടല്ലോ, കുട്ടികൾക്ക് അത് അറിയില്ല. ഞാൻ പറയണത് മുതിർന്നവരുടെ കാര്യമാണ് കേട്ടോ. അപ്പൊ എന്ത് ഭഗവാനെ സമർപ്പിക്കുമ്പോഴും ഒരു എന്താ പറയാ, ഭഗവാൻ ചെയ്തു തരുന്നതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് ഞാൻ അങ്ങേക്ക് നൽകിക്കോളാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ട്, അപ്പോൾ ഭഗവാനെ ഞാൻ 100 രൂപയ്ക്ക് പാൽപ്പായസം ഷീട്ടാക്കാം, എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാൽപ്പായസത്തിൽ മാത്രമല്ല, എല്ലാ വഴിപാടുകളും കാര്യസാധ്യത്തിനായിട്ട് ചെയ്യുമ്പോൾ അത് ഒരു കച്ചവടം പോലെയാണ്. പ്രഹ്ലാദൻ പറയുന്നുണ്ട് കച്ചവടത്തിലൊന്നും താല്പര്യമില്ല എന്നുള്ളത്. അത് നരസിംഹമായിട്ട് വന്ന സമയത്ത്, സ്തുതിക്കുന്ന സമയത്ത് നരസിംഹം അങ്ങനെ മുരണ്ടുകൊണ്ട് ദേഷ്യത്തിലിരിക്കുകയായിരുന്നല്ലോ. പ്രഹ്ലാദനെ കണ്ടപ്പോൾ ഒന്ന് തണുത്തൊക്കെ വന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് വരമാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ പ്രഹ്ലാദൻ പറയാണ്, എന്നെ രക്ഷിച്ചതിന് എനിക്ക് വരമൊന്നും വേണ്ട. അങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്തായി, ഒരു കച്ചവടം പോലെയായി. ഒന്ന് അങ്ങോട്ട് കിട്ടിയപ്പോൾ ഒന്ന് ഇങ്ങോട്ട് തരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കലും കാണുന്നില്ല, വരമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭഗവാനാണ് നിർബന്ധിക്കുക. അപ്പോഴാണ് അച്ഛനല്ലേ പാപം ചെയ്തത്, അച്ഛനൊരു കുഴപ്പം വരരുതെന്ന് പറഞ്ഞിട്ട് 21 തലമുറ മുൻപും പിൻപും ഞാൻ അനുഗ്രഹിക്കുന്നതായിരിക്കും എന്ന് ഭഗവാൻ പറയണത്. അപ്പം ഭഗവാന്റെ അടുത്ത് ഒരു കച്ചവടം എന്നുള്ള പോലെ ഒരിക്കലും നമ്മൾ ആരും പെരുമാറാനായിട്ട് പാടില്ല. ഭഗവാൻ ഒരു വഴിപാട് കൊടുക്കുമ്പോൾ കാര്യസാധ്യത്തിനായിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല വഴിപാടുകളും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നൽകുമ്പോഴുള്ള ഭാവം ഉണ്ടല്ലോ, ആ ഭാവം അത് വളരെ പ്രധാനമാണ്. ഭഗവാനെ ഞാൻ ഇന്നതാ സമർപ്പിച്ചിരിക്കണം, എൻ്റെ സന്തോഷത്തിനായിട്ടാണ് ഭഗവാനും കൂടെ സന്തോഷിക്കുക. അപ്പം നമ്മൾ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അറിയാം നമ്മുടെ ഉള്ളിലുള്ള കാര്യം എന്താണെന്നുള്ളത് അല്ലേ. അത് നമ്മൾ ആർക്കും ഭഗവാനെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് ഒരാവശ്യമില്ല. നമ്മൾ ഭഗവാന് കൊടുക്കുക. അപ്പം നമ്മുടെ ഉള്ളം അറിഞ്ഞിട്ട് ഭഗവാൻ അത് നമുക്ക് നടത്തി തരും. അപ്പം അതാണ് പറയണത്, ഭഗവാന്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള കച്ചവടം ആ രീതിയിൽ ഒന്നും ആരും സമീപിക്കാതിരിക്കുക. എല്ലാത്തിനും ഒരു സമർപ്പണ മനോഭാവം ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളും അത് ഭംഗിയായിട്ട് നിർവഹിക്കുക. നമ്മുടെ ഭാഗം നമ്മൾ ചെയ്താലാണ് ബാക്കി ഭാഗം ഭഗവാൻ ചെയ്യുള്ളൂ. അതായത് നമ്മളിപ്പോൾ 50-50 എന്ന് പറയാറില്ലേ, 50% താൻ പാതി ദൈവം പാതി, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു രീതി. നമ്മുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഭാഗം ഭഗവാൻ നമുക്ക് അനുഗ്രഹിക്കുന്നതാണ് പറയുക. അതായത് നമുക്ക് പഠിക്കാനുള്ളതിൻ്റെ പകുതി പാഠങ്ങൾ നമ്മൾ പഠിക്കുക എന്നല്ല ഉദ്ദേശിക്കണത്, ബാക്കി പകുതി ഭഗവാൻ ഉത്തരങ്ങൾ എഴുതി തരും എന്നല്ല പറയണത്. നമ്മൾ ചെയ്യേണ്ട ഭാഗം അത് കൃത്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ പരീക്ഷാകാലത്തൊക്കെ പഠിക്കുന്നതിനാവില്ല കുട്ടികൾക്ക് തിരക്ക്, പേന പൂജിക്കാൻ പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ചെയ്യാം, അതൊരു വിശ്വാസമാണ്, ഭഗവാന്റെ ഒരു അനുഗ്രഹം ആ പേനയിലും അത് എഴുതുന്ന ആൾക്കും ആ എഴുതുന്ന ഉത്തരങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്നതാണ് പറയാം. പക്ഷെ നമ്മൾ പഠിക്കണ്ടേ, പഠിച്ചാലേ നമുക്ക് എഴുതാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ തെളിയാൻ വേണ്ടിയിട്ട് അതിനാണ് ഭഗവാന്റെ അനുഗ്രഹം വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കണം, എന്നിട്ട് വേണം പേന പൂജിക്കാനായിട്ട്. അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ജോലിയുടെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തം അത് കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. കാരണം ഈ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് കാശ് കൊടുത്താൽ കിട്ടാത്ത സാധനങ്ങളാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ ഭൂമിയിലുണ്ട്. അതിലൊന്നാണ് ഈ ഈശ്വരാധീനം എന്ന് പറയുന്നത്. പാൽപ്പായസം നമുക്ക് കാശ് കൊടുത്താൽ കിട്ടും, പക്ഷെ പാൽപ്പായസത്തിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ഈശ്വരാധീനം ഉണ്ടല്ലോ, അത് കാശ് കൊടുത്താൽ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജോലിക്കിടയിൽ നമുക്ക് ചിലപ്പോൾ നാമപുസ്തകം തുറന്നിട്ട് അത് ചൊല്ലാനായിട്ടൊന്നും സാധിച്ചൊന്നും വരില്ല. ചിലപ്പോൾ പോകുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കിടയിൽ ക്ഷേത്രത്തിൽ പോകാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് നാമം ജപിക്കാനായിട്ട് സാധിക്കും, നാരായണ നാമം ജപിക്കാനായിട്ട് സാധിക്കും. അത് ചെയ്യാം, അത്രേ ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, അതോടൊപ്പം തന്നെ ഭഗവാനെ സേവിക്കുകയും ചെയ്യുക പറ്റുന്ന വിധത്തിൽ. അതാണ് പ്രഹ്ലാദൻ പറയണത്. 9 മാർഗങ്ങളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് നാമജപം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരാധീനം താനേ വന്നോളും. പിന്നെ ഒരു കാര്യമാണ് ഒഴിവാക്കേണ്ടത്. അതായത് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈശ്വരാധീനം കുറയുക, അതിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നതാണ് ഈ ദേഷ്യം, കോപം.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരുടെ അടുത്ത് വെറുതെ ദേഷ്യം പിടിക്കുക. ചിലപ്പോൾ കുഞ്ഞു കാര്യമൊക്കെ ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ആയിരിക്കും. ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ആൾ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരാളുടെ ആ ഒരു പ്രവൃത്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാകും. ആ മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഭഗവാൻ കാണുമല്ലോ. അപ്പം എന്താവും, അവിടെ ഒരു അനുഗ്രഹമല്ലേ എന്തായാലും ലഭിക്കുക. അനുഗ്രഹം നൽകുക അല്ലെങ്കിൽ ശാപം ലഭിക്കുക അങ്ങനെയല്ല, ഈശ്വരാധീനം കുറയുക ചെയ്യുക. അപ്പോൾ ഈശ്വരാധീനം കുറയുന്ന ഒരു കാര്യമാണ് ഈ ദേഷ്യം പിടിക്കുക എന്നൊക്കെ പറയണത്. അപ്പോൾ ദേഷ്യം, കോപം, ക്രോധം ഇതൊന്നും നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കാര്യങ്ങളാണ്. ശരീരത്തിന് വളരെ എന്താ പറയുക നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും വരാതെ നോക്കുക. ഇത് വരാതെ നോക്കണമെങ്കിലും നാമജപമൊക്കെ വളരെ അത്യാവശ്യമാണ്. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് മോശം പറയാതിരിക്കുക. അങ്ങനെ കുറേ പേരുണ്ട്, അത് നമ്മളെ പറ്റി നല്ലത് പറയണമെന്നല്ല ആഗ്രഹിക്കണത്, മറ്റുള്ളവരെ പറ്റിയിട്ട് മോശം പറയണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നവരുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും മറ്റുള്ളവർക്ക് ദോഷകരമായിട്ടാണ് പ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ ഇതും ഈ ഈശ്വരാധീനം കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാതിരിക്കുക. എപ്പോഴും ധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അതായത് ധർമ്മത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഭഗവാൻ ധർമ്മത്തിൻ്റെ സ്ഥാനത്ത് മാത്രമേ നിൽക്കുള്ളൂ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ക്യൂ നിൽക്കുന്ന സമയത്ത് നല്ല തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ അവിടെ ബഹളമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കാവൽക്കാരുടെ അടുത്തും ആ ബഹളമൊക്കെ എല്ലാവരും കാണിക്കും. പക്ഷെ അത് തിരക്കുള്ളത് കൊണ്ട് അവരെ നിയന്ത്രിക്കാനായിട്ട് നിൽക്കുന്നതാണ്. ഇത് നിൽക്കുന്നവരും അതൊന്നും ചിന്തിച്ചൊന്നും വരില്ല. ആ ഒരു കാര്യം അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുക. പക്ഷെ ഭഗവാനെ നോക്കൂ, ഭഗവാൻ എത്ര സൗമ്യനായിട്ടാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പുഞ്ചിരിക്കുന്ന ഭഗവാനാണ്, ഭഗവാന്റെ മുഖമാണ്. നമ്മളിപ്പോൾ പല കഥകൾ പറയുകയാണെങ്കിലും അത്രമേ സൗമ്യനായിട്ട് ധർമ്മത്തിന്റെ പക്ഷത്ത് മാത്രമേ ഭഗവാൻ നിൽക്കുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ധർമ്മമാണോ എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ധർമ്മച്യുതി സംഭവിക്കുമ്പോഴാണ് ഈ ഈശ്വരാധീനം കുറയുക. അപ്പോൾ ആദ്യം ധർമ്മം എന്താണെന്ന് അറിയണം. ധർമ്മം എന്താണെന്ന് പറയാനായിട്ടൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ. എന്നിരുന്നാലും പറയാം. നമ്മൾ ഇപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിലും വ്യത്യസ്തമാണ്. പണ്ടുള്ള ധർമ്മമല്ല അതേ വിഷയത്തിൽ ഈ കാലത്തുണ്ടായിരിക്കാം. അപ്പോൾ ഈ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണോ എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവൃത്തി അതുമായി വന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് പറയുക, ഭഗവാനെ ഞാൻ ഇന്ന കാര്യം ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി പോകുകയാണ്, അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് വന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിന് സന്തോഷമാണോ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, അത് ധർമ്മമാണ്. നേരെ മറിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഒരു ഇഷ്ടക്കേട് തോന്നുന്നുണ്ട്, ആ ഒരു രീതിയിലാണ് നമ്മുടെ മനസ്സ് എങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് അധർമ്മമാണ് നമ്മൾ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. കാരണം ധർമ്മം ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുള്ളൂ, ധർമ്മത്തിന് മാത്രമേ സന്തോഷം നൽകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് കാര്യവും ഭഗവാന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അയ്യോ ഞാനിതെങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് പോയി പറയുക, അങ്ങനെയൊക്കെ ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ സംശയിക്കണം അങ്ങനെയൊക്കെ പറയാനായിട്ട് പോകുമ്പോൾ. അപ്പോൾ ധർമ്മത്തിലൂടെ വേണം എപ്പോഴും സഞ്ചരിക്കാനായിട്ട്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഈശ്വരാധീനം താനേ വന്നോളും. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, വീട്ടിലെ ദിവസവും വിളക്കൊക്കെ കൊളുത്തുക, അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നാമം ജപിക്കുക. പിന്നെ ഭഗവാന്റെ പുസ്തകങ്ങൾ നാരായണീയം, ഗീത അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭാഗവതം ഇതൊക്കെ വായിക്കുക. ഇപ്പോൾ വായിക്കാനായിട്ട് സമയം കിട്ടിയില്ല, കഥ കേൾക്കാനായിട്ട് സമയം കിട്ടിയില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ കഥകൾ അനുസ്മരിക്കുക. അനുസ്മരിച്ചാൽ തന്നെ മതി, അതാണ് സ്മരണം എന്നും കൂടെ പറയണത് പ്രഹ്ലാദൻ. പിന്നെന്താണ്, നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കുട്ടികൾ മുതിർന്നവരൊക്കെ ഉണ്ടായിരിക്കും, അവർക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണ്, അവർക്കൊക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും ഭഗവാനെ കാണാനായിട്ട് ശ്രമിക്കുക. ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശ്വരാധീനം ഉണ്ടാകുന്നതായിരിക്കും. അത് തുടർന്നുകൊണ്ടും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശ്വരാധീനം വർദ്ധിക്കുന്നതുമായിരിക്കും. പിന്നെ ഇപ്പോൾ വൈശാഖമാസം കൂടിയാണല്ലോ, നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ ഫലം ഇരട്ടിയായിട്ട് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന നന്മകൾ ചെയ്യുക. അതായത് പക്ഷികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും നന്മകൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇത് കഴിയുന്നതും സഹായങ്ങൾ ചെയ്യുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. സഹായിക്കണം എന്ന് ആരും നിർബന്ധമൊന്നും പറയില്ല, പക്ഷെ ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ഒരു വിഷമം ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു മോശപ്പേരുണ്ടാകുക, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അവിടെ ഒരു നെഗറ്റീവ് എനർജി വരുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയാണ് ഈശ്വരാധീനം കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ
അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴും എല്ലാത്തിലും പോസിറ്റിവിറ്റി, അതായത് പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കണം. ഒപ്പം തന്നെ അതെല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഭഗവാനും കൂടെ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും ഈശ്വരാധീനം ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയണു, പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ തന്നെ ഭഗവാനെ ഈ 9 കാര്യങ്ങളിൽ ഭഗവാനെ സേവിക്കുക, അതാണ് പറയാനുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഉപകാരമായി എന്ന് തന്നെ കരുതുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, നാമജപമൊക്കെ നാളെ കൊണ്ടുവരാം കേട്ടോ. എല്ലാമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.